ചർച്ച ചെയ്തല്ലോ. അങ്ങനെ ഒരു കടുംപിടുത്തം അല്ലല്ലോ, അങ്ങനെ ഒരു കടുംപിടുത്തം സർക്കാരിനില്ല, പ്രത്യേകിച്ച് ആശമാരുടെ കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനില്ല. കാരണം ആദ്യം വി എസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആശമാർക്ക് ഓണറേറിയം അനുവദിക്കുന്നത്. അന്ന് 500 രൂപയാണ്, അവസാനം 300 രൂപ പ്രഖ്യാപിച്ചു, 500 രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത്. പിന്നീട് വന്നത് UDF സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഈ 500 രൂപ നേടിയെടുക്കുന്നതിന് വേണ്ടി വലിയ സമരം നടന്നിരുന്നു. അതും CITയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നിരുന്നു. അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആശമാരുടെ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഈ സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ ആയി 1000 എന്നുള്ളതിൽ നിന്ന് അത് ഓണറേറിയം മാത്രമാണ്, അത് 7000 സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡേറ്റ, നമ്മുടെ ഒരു ആശയ്ക്ക് കേരളത്തിൽ ശരാശരി 13500 രൂപ വരെ ലഭിക്കുന്നുണ്ട്. 10000 മുതൽ 13500 വരെ ലഭിക്കുന്ന ആശമാരുടെ ഡേറ്റയാണ്. അത് 89% ആളുകൾക്ക് 10000 മുതൽ 13000 വരെ ഇൻസെൻറ്റീവും ഓണറേറിയവും ലഭിക്കുന്നുണ്ട്. അപ്പം ചിലയിടത്തെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഓണറേറിയം മാത്രമാണ്, അല്ല. ഇൻസെൻറ്റീവ്സ്, ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000 ഉണ്ട്. അതിലും 60-40 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടല്ലോ, കുത്തിവയ്പ്പ്, ഒരു കുഞ്ഞിന് കുത്തിവയ്പ്പ് എടുക്കണം. ആ കുഞ്ഞത് കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിലും അങ്ങനെയുള്ള ഇൻസെൻറ്റീവ്സിലും 60-40 60 കേന്ദ്രം, 40 സംസ്ഥാനം. അതായത് ഒരു 13500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുമ്പോൾ, അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ആശ ഉണ്ടെങ്കിൽ 10000-നടുത്ത് രൂപ സ്റ്റേറ്റ് മാത്രം നൽകുന്നതാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ 9600 രൂപ, 13500 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 9500 രൂപ, 600 രൂപ സംസ്ഥാന സർക്കാർ മാത്രം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതിലൊരു വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. ഞാൻ മാത്രമല്ല ചർച്ച നടത്തിയത്, SMDയോട് ഞാൻ ചർച്ച നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുൻപും സ്റ്റേറ്റ് മിഷനിൽ ചർച്ച നടത്തിയിരുന്നു. അതിന് ശേഷം ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുമായിട്ട് ചർച്ച നടത്തണമെന്നുള്ളത് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം SMD ചർച്ച നടത്തി. SMDയുടെ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. അവർ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തി. അപ്പം അതിൽ തൊഴിൽപരമായിട്ട് നമുക്കറിയാം, ആശ എന്നുള്ളത് ഒരു കേന്ദ്ര സ്കീമാണ്. അതിൽ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏത് വിഷയമെടുത്താലും വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ 6-ാം തീയതി സമരം ഉണ്ടായിരുന്നു, CITയുടെ സമരമാണ് ഉണ്ടായത്. അപ്പോൾ 2 പ്രോഗ്രാം ഒരുമിച്ച് വരും. നമ്മുടെ ശൈലി ആപ്പ് നടക്കുന്നു, അതുകൂടാതെ TB പ്രോഗ്രാം, കേന്ദ്രത്തിൻ്റെ TB പ്രോഗ്രാം വന്നു. വസ്തുതയിൽ ശൈലി ആപ്പിലെ 6 ക്വസ്റ്റ്യൻ ഈ TB പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരാൾക്ക് TB ഉണ്ടോ എന്നുള്ളതിന് അറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 6 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് ചുമതലയുള്ള ഡോക്ടർ ഇൻസിസ്റ്റ് ചെയ്തു, നിങ്ങൾ 2 ചെയ്യണം. ഇവരെൻ്റെ അടുത്ത് വന്നു. ഇത് മാത്രമല്ലായിരുന്നു, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം 2017 ഒരു ഉത്തരവാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമ്മുടെ ശൈലി ആപ്പ് ഇതുണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആ TB ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കണം. അതിൻ്റെ ഇൻസെൻറ്റീവ് എത്രയാണോ അത് ആശയ്ക്ക് നൽകണം. അതാണ് സ്റ്റേറ്റ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഓണറേറിയം മാനദണ്ഡ പ്രകാരം നിശ്ചയിക്കപ്പെട്ടത് 2017 അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണറേറിയം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വേണ്ട, അതിൽ നിന്ന് ഈ 10 മാനദണ്ഡങ്ങളും പാലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളത്, അത് വേണ്ട എന്നുള്ളത് തീരുമാനിച്ചു. ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു, അതും ഇളവ് ചെയ്തു. ഇതുകൂടാതെ ആശമാരെ വലിയ രീതിയിൽ ജോലികൾ ചെയ്യിപ്പിക്കുന്നു.
ഈ വിഷയം നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽ വന്നപ്പോൾ മറ്റ് ഫീൽഡ് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൂടി അവരുടെ സംഘടനകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ ജോലി എന്താണ്, ആശമാരുടെ ജോലി എന്താണ്, എത്ര വീടുകൾ ആശമാർ സന്ദർശിക്കണം, ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കൃത്യമായ ഗൈഡ് ലൈൻ 3 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആശമാർ നടത്തിയാൽ മതിയാകും എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവരുടെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇതിൽ അന്ന് ചർച്ചയിൽ 2 കാര്യങ്ങളിൽ തീരുമാനം ആകാതെ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിൻവലിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന്, 7000 രൂപ ഓണറേറിയം ഇൻസെൻറ്റീവ്സ് കൂടാതെയുണ്ട്. ആ 7000 രൂപ ഓണറേറിയം 21,000 രൂപയാക്കണമെന്നുള്ളതാണ് ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം, അവർ പിരിഞ്ഞ് പോകുമ്പോൾ അവർക്ക് 5 ലക്ഷം രൂപ നൽകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റേത് സ്റ്റേറ്റുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ്. അല്ലാതെയുള്ള ഞാൻ സ്റ്റേറ്റ് മിഷൻ നൽകിയ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, സ്റ്റേറ്റ് മിഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അതുപോലെ 10,000 കൊടുക്കുന്നു എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ 500 രൂപ, ആന്ധ്രയിൽ 1000 രൂപ, അരുണാചൽ പ്രദേശിൽ 2000 രൂപ, ബീഹാറിൽ 1000 രൂപ, ഛത്തീസ്ഗഡിൽ അവർക്ക് ഇൻസെൻറ്റീവ്സ് ആണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഇൻസെൻറ്റീവ്സിൻ്റെ കൂടെ ആ ഇൻസെൻറ്റീവ്സിൻ്റെ 75% കൂടി നൽകും എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകം ഓണറേറിയമായിട്ട് ഇല്ല. ഡൽഹിയിൽ 3000 രൂപ, ഗുജറാത്തിൽ 2500 രൂപ, ഹരിയാനയിൽ 6100 രൂപ, ഹിമാചലിൽ 4700 രൂപ, കർണാടകയിൽ 5000 രൂപ, പഞ്ചാബിൽ 2500 രൂപ, തമിഴ്നാട്ടിൽ 500 രൂപ, അങ്ങനെയാണത് വരുന്നത്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ കേരളമാണ്, ഇപ്പോൾ നമ്മുടെ തൊട്ട് പിന്നിലുള്ളത് തെലങ്കാനയാണ്. 6750 അവർ നൽകുന്നത്. ബാക്കി എല്ലായിടത്തെയും നമ്മൾ കണ്ടല്ലോ 500 മുതൽ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ട്. അപ്പോൾ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ്. അപ്പം ഏറ്റവും കൂടുതൽ നൽകുന്ന കേരളത്തിന് തീർച്ചയായിട്ടും ഇനി കൂടുതൽ നൽകണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആശമാർക്ക് കൂടുതൽ നൽകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളത്. അപ്പോൾ ധനവകുപ്പുമായി കൂടി ചർച്ച നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 7000 രൂപ 21,000 രൂപ ആക്കണം എന്നുള്ളത് അത് നമുക്ക് ആ നിലയിലേക്ക് അത് അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളത്. ഏത് സമരത്തിലും ജനാധിപത്യമായിട്ടുള്ള സമീപനങ്ങളുണ്ടല്ലോ. പിന്നീടുള്ളത് 5 ലക്ഷം രൂപ എന്നുള്ളതാണ്. കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണ്. 20,000 രൂപയും 60-40 എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതിലൊരു കടുംപിടുത്തവും സംസ്ഥാന സർക്കാരിനില്ല.